ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ നമ്മളെ ഒരു സ്റ്റക്കായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും അതിൽ നമുക്ക് വിഷമവും ദേഷ്യവും പ്രതികാരദാഹവും ഉണ്ടാകുമെന്നും സ്റ്റക്കായ അവസ്ഥയിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് കടക്കുന്നതിലൂടെ നമുക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും കണ്ടു. സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള 3 മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ 3 എളുപ്പവഴികൾ പറയാം. 1. ദ മിസ്ഹാപ്പ് റീഫ്രെയിം. മിസ്ഹാപ്പ് എന്ന് പറഞ്ഞാൽ അനിഷ്ട സംഭവം എന്നാണ്. പ്രയാസകരമായ സാഹചര്യങ്ങളിലും അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്ന വിദ്യയാണ് ദ മിസ്ഹാപ്പ് റീഫ്രെയിം. പ്രത്യക്ഷത്തിൽ നെഗറ്റീവായ സംഭവങ്ങളിലും അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത്. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് എവിടേക്കോ പോകാനുണ്ട്. പക്ഷേ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായി എന്ന് വിചാരിച്ചോളൂ. പെട്ടെന്ന് നമ്മൾ അപ്സെറ്റ് ആകും, ഇല്ലേ? വിചാരിച്ച സംഗതികളൊന്നും നടക്കില്ലല്ലോ. മീറ്റിംഗ് നടക്കില്ല, ചെയ്യണം എന്ന് വിചാരിച്ച മറ്റു കാര്യങ്ങൾ നടക്കില്ല. അപ്പോഴാണ് ലോഞ്ചിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു ബിസിനസ്സുകാരനെ കാണുന്നത്. അതൊരു ടേണിംഗ് പോയിൻ്റായി നമ്മുടെ ലൈഫിൽ. ഇനി ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിലും നമുക്ക് പറയാം, ആ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയിരുന്നെങ്കിൽ, കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിയുമായിരുന്നെങ്കിലും മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷമങ്ങളോ ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ നമ്മൾ നമ്മെ ബോധ്യപ്പെടുത്തിയാൽ സ്റ്റക്ക് സ്റ്റേറ്റിൽ നിൽക്കുന്നതിന് പകരം ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറാൻ കഴിയുന്നു. അതായത് പ്രത്യക്ഷത്തിൽ നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആ അനുഭവങ്ങളിൽ എന്തെല്ലാം പാഠങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട് എന്നറിയാൻ നമ്മൾ സജീവമായി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധ നിരാശയിൽ നിന്നും നന്ദിയിലേക്കും ശുഭാപ്തി വിശ്വാസത്തിലേക്കും മാറും. We move from frustration and disappointment to optimism and gratitude. രണ്ടാമത്തെ ടെക്നിക് ദ താങ്ക്സ് ഫോർ നത്തിങ് എക്സസൈസ് ആണ്. അതായത് നമ്മൾ സാധാരണയായി അവഗണിക്കുന്ന അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ദാഹിച്ചപ്പോൾ പച്ചവെള്ളം കുടിച്ചു. നാച്ചുറൽ ബോട്ടിൽഡ് വാട്ടറാണ് ഉദ്ദേശിച്ചത്. പച്ചവെള്ളത്തിന് എന്തൊരു രുചിയാണ്! പച്ചവെള്ളത്തിൽ എന്താണുള്ളത്? നത്തിങ്, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിലും അതിൽ വലിയ സന്തോഷം ഉണ്ട്. ആ ചിന്തയാണ് ഫ്ലോ സ്റ്റേറ്റ്. ഞാൻ എളുപ്പത്തിൽ ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാനിത് ശ്രദ്ധിക്കാതെ പോകുന്നത് എനിക്ക് ശ്വാസതടസ്സം ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. ശ്വാസതടസ്സം ഇല്ലാത്തത് കാരണം പ്രത്യേകിച്ച് വല്ല അനുഭവമുണ്ടോ? ഇല്ല, നത്തിങ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുകയാണ് മറ്റു പലർക്കും ശ്വാസകോശ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമൊക്കെ ഉണ്ട് എന്ന്. എനിക്കങ്ങനെ ഒരവസ്ഥയുണ്ടായ ശേഷം അത് മാറിക്കിട്ടുമ്പോൾ ആണോ നന്ദി പറയേണ്ടത്? ഒരിക്കലുമല്ല. ഈ നിമിഷം ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിച്ച് നന്ദി രേഖപ്പെടുത്താൻ കഴിയണം. എനിക്കിന്ന് തലവേദനയില്ല. അതിനെന്താ? എനിക്ക് മൈഗ്രെയിനോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലല്ലോ. മൈഗ്രെയിൻ ഉണ്ടായ ശേഷം അത് മാറുമ്പോൾ അല്ലല്ലോ നന്ദി രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോഴുള്ള അവസ്ഥ മൈഗ്രെയിൻ ഇല്ലാത്ത അവസ്ഥ, നത്തിങ് എന്ന് പറയാം. പക്ഷേ അതിൽ എല്ലാമുണ്ട്. സന്തോഷമുണ്ട്, ശരീരസുഖമുണ്ട്, മനസ്സുഖമുണ്ട്. ഇന്നലെ രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിച്ചു. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കാരണം ഉറക്കം വന്നില്ലെങ്കിലല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ? അല്ല, അങ്ങനെയല്ല വേണ്ടത്. ഇന്നലെ രാത്രിയിലുണ്ടായ സുഖനിദ്രയുടെ അനുഭവം നത്തിങ് ആയിരുന്നു. ഇപ്പോൾ ഞാനത് വിലയിരുത്തുമ്പോൾ വലിയ സംഭവമാണ്. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ച് നന്ദി പറയുന്നു. ഇന്ന് നെറ്റ് കട്ടായില്ല. അതിനെന്താ? അതങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ പണമടച്ചിട്ടല്ലേ കണക്ഷൻ കിട്ടിയത്. ഇൻ്റർനെറ്റ് കട്ടാകാതെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക അനുഭവമില്ല. അനുഭവമില്ലാത്ത അവസ്ഥ നത്തിങ് ആണ്. എന്നാൽ അത് വലിയ സംഭവമല്ലേ? തീർച്ചയായും. ഇതാണ് താങ്ക്സ് ഫോർ നത്തിങ് എക്സസൈസ്. മൂന്നാമത്തെ ടെക്നിക് ദ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗ്രോത്ത് പ്രാക്ടീസ് ആണ്. അതായത് ജീവിതത്തിൽ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അത് എൻ്റെ വ്യക്തിഗത വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന രീതി. ചാലഞ്ചസ് ആർ നോട്ട് ബാരിയേഴ്സ് ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ലേണിംഗ്. ഒരു സീരിയസ് ആയ അസുഖം പിടിപെട്ടു, അതിൽ നിന്നും മുക്തനായി. അതിലൂടെ എന്തെല്ലാം പഠിച്ചു അല്ലേ? ഒരു യാത്ര തന്നെയായിരുന്നു. ആരോഗ്യം ഏറ്റവും പ്രധാനമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് ഗ്രോത്ത്. ഇതിന് നന്ദി പറയാമല്ലോ. സപ്പോസ് ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. അതിലൂടെയും പലതും പഠിച്ചില്ലേ? പുതിയ ഒരു കരിയറിലേക്ക് കാലെടുത്ത് വെക്കാൻ സാധിച്ചില്ലേ? അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്രചോദനം ലഭിച്ചില്ലേ? വിഷമങ്ങളിൽ നിന്നും തോൽവികളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ വിജയത്തിൽ നിന്നും ഒരിക്കലും പഠിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് നമ്മെ സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്.
ഒരു പുതിയ സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം സാധാരണ രീതിയിലുള്ള ജീവിതം പാടെ തടസ്സപ്പെട്ടു. പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ഒരു കംഫർട്ട് സോണിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന്. ഈ അനുഭവം എന്നെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കാൻ പഠിപ്പിച്ചു. പുതിയ സ്ഥലവുമായി അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഈ തിരിച്ചറിവാണ് നമ്മെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്ന്, ഒരു ബന്ധം മുറിഞ്ഞുപോയി എന്ന് വിചാരിച്ചോളൂ. ഹൃദയത്തിൽ ആഘാതമേറ്റു. എന്നാൽ അതിൽ നിന്നും ഏറെ പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ആ ഗുണപാഠങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരിക്കൽ ശീതൽ എന്ന പേരിലുള്ള ഒരു ചെറുപ്പക്കാരി ഉണ്ടായിരുന്നു. അവൾക്ക് ചിത്രകലയിൽ നല്ല താല്പര്യമായിരുന്നു. ഒരു വലിയ കലാകാരിയാകണമെന്ന് അവൾ ആഗ്രഹിച്ചു. നന്നായി അധ്വാനിച്ചു. വരയിലുള്ള സ്കിൽസ് അവൾ ദിവസവും മെച്ചപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവൾ പഠിക്കുന്ന ആർട്ട് സ്കൂൾ ഒരു കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്തത്. ഈ കോമ്പറ്റീഷനിൽ വിജയിയാകണമെന്ന് അവൾ വല്ലാതെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ മത്സരത്തിൽ അവൾ തോറ്റുപോയി. ശീതളിന് ഇത് സഹിക്കാനേ കഴിഞ്ഞില്ല. ഒരു വലിയ കലാകാരിയാകണമെന്ന മോഹം പാടെ തകർന്നുപോയി എന്ന് അവൾ വിശ്വസിച്ചു. തൻ്റെ സ്വപ്നം വേണ്ട എന്ന് വെക്കാം, ഇനി മുതൽ വരയ്ക്കണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അവളുടെ സുഹൃത്ത് അവളുടെ വിഷമം പിടിച്ച അവസ്ഥ കണ്ട് അവളോട് സംസാരിക്കാൻ വന്നത്. നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത്? വരയ്ക്കാൻ ഇത്രയും കഴിവുള്ള നീ ഒരു മത്സരത്തിൽ തോറ്റുപോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വപ്നം ഉപേക്ഷിക്കുകയോ? ഇതെന്ത് വിഡ്ഢിത്തമാണ്? മത്സരത്തിൽ തോറ്റാലെന്ത്, ജയിച്ചാലെന്ത്? നിനക്ക് ഈ കലയോടുള്ള ഇഷ്ടവും വരയ്ക്കാനും പെയിൻറ്റിങ് ചെയ്യാനുമുള്ള താല്പര്യവുമൊക്കെയല്ലേ നിന്നെ മുമ്പോട്ട് നയിക്കുന്നത്? എന്നിട്ട് അതെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയോ? നീ ശരിക്കും ഇരുന്നൊന്ന് ആലോചിക്കും. ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നേട്ടങ്ങൾ ഒരു നിമിഷം കൊണ്ട് വേണ്ട എന്ന് വയ്ക്കാൻ എത്ര എളുപ്പം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശീതളിന് ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരവസരമുണ്ടായി. അതിൽ നിന്നും തിരിച്ചറിവുമുണ്ടായി. അവളുടെ ശ്രദ്ധ മത്സരത്തിൽ ജയിക്കണം എന്നായിപ്പോയി എന്നവൾ മനസ്സിലാക്കി. ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ആനന്ദം അവൾ ശ്രദ്ധിക്കാതെ പോയി എന്നവൾ തിരിച്ചറിഞ്ഞു. മത്സരത്തിലുള്ള അമിതമായ ശ്രദ്ധയിൽ ചിത്രം വരയുമായി ബന്ധപ്പെട്ട് മറ്റു പല സംഗതികളും പഠിക്കാൻ അവൾ ശ്രദ്ധിച്ചില്ല എന്ന് മനസ്സിലാക്കി. മത്സരത്തിലുണ്ടായ തോൽവി തന്നെ ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഉണ്ടായത് എന്നവൾ തിരിച്ചറിഞ്ഞു. ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാം എന്നവൾ തീരുമാനമെടുത്തു. ചിത്രം വരയ്ക്കുന്ന സമയത്ത് ചിത്രം വരയിൽ പൂർണ്ണമായും ഇഴുകിച്ചേരാം എന്ന തീരുമാനത്തിൽ വീണ്ടും യാത്ര തുടങ്ങി. ആ യാത്രയിൽ അവൾ അറിയാതെ കുറേ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നു. ജയിക്കാൻ വേണ്ടിയല്ല, കലാപരമായ തൻ്റെ യാത്രയിൽ മത്സരങ്ങൾ നാഴികക്കല്ലുകൾ മാത്രം എന്നവൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പങ്കെടുക്കലായിരുന്നു. പലതിലും അവൾ വിജയിയായി. പല പല അവാർഡുകളും അവളെ തേടിയെത്തി. പക്ഷേ അവളുടെ ശ്രദ്ധ അവൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമായിരുന്നു. അതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തിലും വളർച്ചയിലും മാത്രമായിരുന്നു. അതിൽ നിന്നും നന്ദിയുടെ ഭാവം അവളുടെ ഹൃദയത്തിൽ നിന്നും പൊട്ടിവിടർന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, മുമ്പ് താൻ ഒരു സ്റ്റക്ക് സ്റ്റേറ്റിലായിരുന്നു എന്ന്. തൻ്റെ ആറ്റിറ്റ്യൂഡിൽ വരുത്തിയ മാറ്റം കാരണം താനിപ്പോൾ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തി എന്നും ശീതൾ മനസ്സിലാക്കി. ഫൈൻഡ് ദ ട്രഷർ ഇൻ യുവർ ട്രയൽ ആൻഡ് ലെറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് അൺലോക്ക് ഇറ്റ്സ് വാല്യൂ. നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിധി കണ്ടെത്തുക. അതിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താൻ നന്ദിയുടെ താക്കോൽ കൊണ്ട് മാത്രമേ കഴിയൂ. ഈ നന്ദിയുടെ താക്കോൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം. സ്റ്റക്ക് സ്റ്റേറ്റിൽ നിന്നും ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വിവരം എഴുതി അറിയിക്കുക. ഉടനെ ചെയ്യാം. കൂടാതെ ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതും എഴുതുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.